ഹലോ എവ്രി വൺ. നമ്മളുടെ ചാനലിലൂടെ ഒരുപാട് തവണ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എത്ര പറഞ്ഞാലും തീരാത്തതാണ്. കാരണം അത്രത്തോളം സാധ്യതയാണ് ഈ ഒരു ഫീൽഡിലുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ത്രൂ ഡിജിറ്റൽ ചാനൽസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം. ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള ഇൻ്റർനെറ്റ് മേഖലകൾ വളർന്നപ്പോഴാണ് ഇതിലൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയും തെളിഞ്ഞു വന്നത്. അതിലൂടെ ഒരുപാട് കമ്പനീസിന് അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും അവരുടെ സർവീസസിനെ കുറിച്ചിട്ടും അഡ്വർടൈസ് ചെയ്യാനും അവരുടെ പ്രോഡക്റ്റും സർവീസും ഒരു ബ്രാൻഡാക്കി വളർത്താനും ഇതിന് സാധ്യമായിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ ആഡ്സ് ഇവയെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പ്രീവിയസ്ലി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ ആഡ്സ് ഇവയൊക്കെ പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണ് പ്രൊമോഷൻ ചെയ്യാനും അതുപോലെ അഡ്വർടൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഈ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ റവന്യൂ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ തുടങ്ങാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിലേക്കുള്ള വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും അതുവഴി ട്രാഫിക് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ ടെക്നിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടെക്നിക് ഇസ് കീവേഡ് റിസർച്ച്. നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഹൈ ട്രാഫിക് ആൻഡ് ലോ കോമ്പറ്റീഷൻ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടെയിൽ കീവേഡ്സിനാണ്. യൂസർ സെർച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു പേർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കണം ഇത് ചൂസ് ചെയ്യേണ്ടത്. കീവേഡ് റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വരുന്നത് ഓൺ പേജ് SEO ആണ്. യൂസറിൻ്റെ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുന്ന രീതിയിൽ ഹൈലി ഇൻഫോർമേറ്റീവും എൻഗേജിങ് ആയിട്ടുള്ള അത് എൻഷുർ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് ടെക്നിക്കൽ SEO. സൈറ്റ് സ്പീഡും അതുപോലെ മൊബൈൽ റെസ്പോൺസീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യുക. ക്രോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്റ്റും അതുപോലെ സൈറ്റ് മാപ്സുമാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വരുന്നതാണ് കോണ്ടന്റ് സ്ട്രാറ്റജി. നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടന്റ് അത് യൂസറിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. അതായത് വീഡിയോസ് ആയിട്ടും ബ്ലോഗ്സ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഒക്കെ എൻഗേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും. അടുത്തതായി നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗസ്റ്റ് ബ്ലോഗിങ്, അതേപോലെ പാർട്ട്ണർഷിപ്സ്, അതുപോലെ ഇൻഫ്ലുവൻസസിനെ ഹെൽപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ലോക്കൽ SEO ആണ്. നമ്മളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം നമ്മളുടെ അഡ്രസ്, അതുപോലെ നെയിം ആൻഡ് ഫോൺ നമ്പേഴ്സ് ഇതിലൊക്കെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക അക്രോസ് ഓൾ ലിസ്റ്റിംഗ്സ്. പിന്നെ സൈറ്റ് നാവിഗേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള SEO ചെയ്യാൻ സാധിക്കും. അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് യൂസറുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും ഇതുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. അത് മാക്സിമം യൂസ് ചെയ്യുക. മറ്റൊരു കാര്യമാണ് നമ്മൾക്ക് ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ട്രെൻഡ്സ് മനസ്സിലാക്കാനും അത് അനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്താനും സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് കൺവേർഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്ത് റവന്യൂ കൊണ്ടുവരാനും സാധിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ യുവർ ഗോൾ. നമ്മളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഗോൾ എന്താണ്, നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ത്രൂ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ബ്രാൻഡ് അവയർനെസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക ആ ഒരു കാര്യമാണോ, അതും അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്നത് സെയിൽസ് ആണോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളുടെ മൈൻഡിൽ ആ ഒരു ചിന്ത ആദ്യം ഉണ്ടായിരിക്കണം. നമ്മളുടെ എയിം എന്താണ് ഇവിടെ, അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. പിന്നീട് നമ്മളുടെ ഓഡിയൻസ്, അവരുടെ പ്രിഫറൻസസ്, അവരുടെ ബിഹേവിയർ, ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലുണ്ടാകുമല്ലോ. ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെന്ന് കാണുമല്ലോ, നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കിയെടുക്കുക. അവരുടെ പ്രിഫറൻസസ് എന്താണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക.
പിന്നെ റൈറ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഏതാണ്, അത് ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റഗ്രാം ആണോ, ട്വിറ്റർ ആണോ, അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ക്രിയേറ്റ് എൻഗേജിങ് കോണ്ടന്റ്സ്. നമ്മളുടെ ഓഡിയൻസ് ആരാണ്, അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന, അവരെ എൻഗേജ് ചെയ്യുന്നതായിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കണം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം, ഇമേജസ് യൂസ് ചെയ്യാം. അവർക്ക് അട്രാക്റ്റീവായി അവരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ എഫേർട്ടും. അതുപോലെ കൃത്യമായ രീതിയിൽ കറക്റ്റായിട്ടുള്ള റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കണം നമ്മൾ ഈ പോസ്റ്റൊക്കെ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യമാണ് സ്പോൺസേഡ് ആഡ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാം. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്, ഈ ഒരു ടാർഗറ്റ് ചെയ്യുന്ന, ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. കെറോസൽ ആഡ്സ് ചെയ്യാം, സ്പോൺസേഡ് ആഡ്സ് ചെയ്യാം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വർക്കൊക്കെ, നമ്മൾ ഈ ചെയ്ത വർക്കൊക്കെ എത്രത്തോളം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം റിസൾട്ട് വന്നു എന്നുള്ളത് നമ്മൾക്ക് അനലിറ്റിക്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. നമ്മളുടെ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കോമെൻറ്റ്സ്, അല്ലെങ്കിൽ മെസ്സേജസ്, അതല്ലെങ്കിൽ അവരുടെ റിവ്യൂസ്, ഇതിനൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ കൊളാബറേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്. നമ്മുടെ ബിസിനസ്സിന് യോജിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാവുന്നതാണ്. അത് കൂടുതലായിട്ടും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും അതുപോലെ അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനും സഹായിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇൻഫോംഡ് ആയിരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമ്മളുടെ കോണ്ടന്റിലും നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പെർഫോമൻസ്. ഇത് അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും അതിൽ മനസ്സിലാക്കിയെടുക്കും. നമ്മൾ എവിടെയൊക്കെയാണ് തിരുത്തൽ വരുത്തേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുൻപോട്ട് പോകേണ്ടത്. അതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീൽസും പ്രൊമോഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക. ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ റീച്ച് എത്തിക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനും റവന്യൂ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടാണ്. ഗൂഗിൾ ആഡ്സ് വഴി എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കാണാം. ഗൂഗിൾ ആഡ്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ്. ഗൂഗിൾ ആഡ്സിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നമ്മൾക്ക് ആവശ്യമായ ഓഡിയൻസ് അല്ലെങ്കിൽ ട്രാഫിക്കിനെ നമ്മളുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്കോ എത്തിക്കുന്നു. അതുവഴി നമ്മളുടെ ബിസിനസ് പ്രൊമോഷൻ നടക്കുന്നു. ഇതാണ് ഗൂഗിൾ ആഡ്സ്. ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഇത് നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ എയിം എന്താണ്, അതായത് ലീഡ് ജനറേഷൻ ആണോ അല്ലെങ്കിൽ ബ്രാൻഡ് അവെയർനെസ് ആണോ, ആ ഒരു കാര്യം മനസ്സിൽ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഇസ് കണ്ടക്ട് കീവേഡ് റിസർച്ച്. ഹൈ സെർച്ച് വോള്യൂം ഉള്ള കീവേഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് കമ്പലിംഗ് ആഡ് കോപ്പി. നമ്മുടെ ആഡ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഡ് എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാം. അതിനായി നമ്മളുടെ വെബ്സൈറ്റ് ലിങ്ക്സ്, അതേപോലെ നമ്മളുടെ ലൊക്കേഷൻസ്, ഇവയൊക്കെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ലാൻഡിംഗ് പേജിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ലാൻഡിംഗ് പേജ് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതുപോലെ അതിൻ്റെ കോണ്ടന്റ് റെലവെൻ്റ് ആയിരിക്കണം. നമ്മളുടെ ആഡിൻ്റെ കോണ്ടന്റ് ആയിട്ട് അത് മാച്ച് ചെയ്യുന്നതായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തതായി ടാർഗറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഡെമോഗ്രാഫിക്, ജോഗ്രഫിക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. റീമാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലൂടെ നമ്മൾക്ക് പ്രീവിയസ് വിസിറ്റേഴ്സിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾക്ക് പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. പിന്നീട് മറ്റൊരു കാര്യം, നമ്മൾക്ക് കൺവേർഷൻ റേറ്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അത്തരം ടൂൾസ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഡ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി A/B ടെസ്റ്റിംഗ് ആണ്.
ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇമേജസ്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവാണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും നമ്മളിത് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എവിടെയാണോ കിട്ടുന്നത് അതിന് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം എവിടെയാണ്, ഏത് കോമ്പിനേഷനാണ് ഏറ്റവും ഇഫക്റ്റീവ് ആവുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൂഗിൾ അനലിറ്റിക്സ് ടൂൾസ് വഴി നമ്മൾക്ക് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഒരുപാട് ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ഡിഫറെൻറ്റ് ആഡ് ഫോർമാറ്റ്സ് നമ്മൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വീഡിയോ ആഡ്സ്, ഷോപ്പിംഗ് ആഡ്സ് ഇതുപോലുള്ളവ. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് ബ്രോഡ് ഓഡിയൻസിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ സ്ട്രാറ്റജീസിലൂടെയൊക്കെ നമ്മൾക്ക് ഒരു ബിസിനസ്സിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.